പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയണം. ഇച്ചിരി വോളിയം കുറച്ച് വെച്ചാൽ എൻ്റെ വോയിസ് ഇച്ചിരി വലുതായതുകൊണ്ട് ഇച്ചിരി കുറച്ച്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്താ പറയണ്ടേ? ആരിനി പ്രൈസ് ദ ലോർഡ് പറഞ്ഞാലും മറുപടി എന്താ പറയണം? ഹല്ലേലൂയ എന്ന് പറയണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എത്രയും പ്രിയപ്പെട്ട ഗീവർഗീസ് തോമസ് അച്ഛൻ, കൊച്ചമ്മ, പ്രിയപ്പെട്ട ഗായക സംഘാംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങളെ, കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. 23 വർഷം മുമ്പ് പഴയ ദേവാലയത്തിൽ നിങ്ങളോട് ഒന്നിച്ച് ആരാധിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ട, നിങ്ങൾ ഗീവർഗീസ് തോമസ് അച്ഛൻ എന്ന് വിളിക്കുമെങ്കിലും ഞാൻ തമ്പി അച്ഛൻ എന്നാണ് വിളിക്കുന്നത്. തമ്പി അച്ഛനും കൊച്ചുമോളും അച്ഛമ്മയും, കൊച്ചുമോളെ ഞങ്ങൾ പെങ്ങളെന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം സഹോദരിയാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ അളിയനച്ഛനും ഞങ്ങളുടെ പെങ്ങളുമാണ്. അങ്ങനെ ഒരു കുടുംബ ബന്ധമാണ്. ഞങ്ങൾ 1987 ഒന്നിച്ച് പഠനം ആരംഭിച്ച സമയം മുതൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ, തമ്പിയച്ഛൻ എൻ്റെ വീട്ടിൽ വരും, ഞാൻ അച്ഛൻ്റെ വീട്ടിൽ പോകും. അന്നൊക്കെ ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ പരിമിതമാണ്. എന്നാൽ ഞങ്ങളുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് പഠിക്കുകയും വളരുകയും ഒക്കെ ചെയ്യാൻ ദൈവം ഇടയാക്കി. അച്ഛൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 40 വർഷത്തോളമായി ഞങ്ങളുടെ സ്നേഹബന്ധം, കുടുംബമായി അങ്ങനെയുള്ള ആ സ്നേഹബന്ധം ഞങ്ങൾക്ക് നിലനിർത്താൻ വലിയവനായ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, മറക്കാനാവാത്ത നല്ല ഒത്തിരി ഓർമ്മകൾ. അച്ഛൻ്റെ പള്ളിയിലൊക്കെ പ്രസംഗിക്കാൻ വിളിക്കും. ഞാനൊരു മിഷണറി ആയിരുന്നുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ, എൻ്റെ കൂട്ടുകാർ അച്ഛന്മാരെല്ലാം അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. 35 വർഷം ഞങ്ങൾ രണ്ടുപേരും പൂർത്തീകരിച്ചു. 36ാമത്തെ വർഷത്തിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഞാൻ 36ാമത്തെ വർഷവും 35 പള്ളിയിലെ വികാരിയായിരുന്നു. അതുകൊണ്ട് കൂടുതൽ പള്ളിയിൽ ഇരുന്നെന്നുള്ള ഗിന്നസ് ബുക്കിലെ പേര് ഞങ്ങളുടെ ബാച്ചിൽ എനിക്കാണ്. എലിക്കാട്ടൂർ സിയോൻ മാർത്തോമ പള്ളിയിൽ ശുശ്രൂഷയ്ക്കായിട്ട് വന്നപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു മോളെ ഇവിടെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ മോളുടെ കുഞ്ഞിൻ്റെ അച്ഛനാണ് കല്യാണം കഴിച്ചത്. ആ മാമോദിസയ്ക്ക് ഇവിടെ വന്നു. അതുപോലെ ജേക്കബ് സാറിൻ്റെ അമ്മ മരിച്ചപ്പോൾ വീട്ടിൽ പോയി. എന്നാൽ എനിക്ക് ഇവിടെ വരുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പണ്ടത്തെ ദേവാലയമല്ല, മനോഹരമായ ഈ ദേവാലയത്തിൽ നന്നായിട്ട് പാട്ട് പാടുന്ന ഗായക സംഘം, നിങ്ങളെല്ലാവരും നന്നായിട്ട് പാടി. നിങ്ങളുടെ പാട്ടൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാം കൈകൾ അടിച്ചാണ് ഈ പാട്ടിൽ പങ്കുചേർന്നത്. കൈത്താളങ്ങളോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നത് ഏറെ അനുഗ്രഹമാണ്. കുടുംബ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള ഈ 2ാമത്തെ ധ്യാനം നമുക്കൊന്നിച്ച് ദൈവവചനം പഠിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. രാത്രിയിലുള്ള നിന്റെ കരുതൽ എന്നും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. ആമേൻ. എന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു. അതേ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല. എന്നാൽ 2025 ഒക്ടോബർ മാസത്തിന്റെ അവസാനം കുടുംബങ്ങളായി ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഇപ്രകാരം ഒരു കൂടിവരവ് ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. കർത്താവെ, ഈ ഇടവയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഗീവർഗീസ് തോമസ് അച്ഛനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ 2 പേരും ദൂരെ ആയിരിക്കുന്നു. കർത്താവെ, കുടുംബമായിരിക്കുന്ന മകളെയും
ദുബൈയിലായിരിക്കുന്ന മോനെ ഓർക്കുന്നു. കുടുംബം, അതിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. സഹോദര കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ദിവസം നിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്നത് വൃഥാവായി പോകുന്നതിനല്ല. ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവസ്നേഹത്തിൽ ഇന്നലെ കേട്ടതുപോലെ ദൈവത്തിന്റെ നിരന്തരമായ കരുതലിൽ കർത്താവെ വളരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവന്റെ വായിലെ വാക്കുകളെ ശുദ്ധീകരിക്കണമേ. നിന്റെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദകരമായിരിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ രാത്രിയിലെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം, അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം, അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തിരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തോൾവീൻ. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രൈം ദേശത്ത് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുക വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്നു വന്ന വഴികളിലും കടന്നുപോയ ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലയോ? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അടിമ വീടായ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം മോശയിലൂടെ കനാൻ നാട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും ദൈവം തന്റെ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തി. വിശന്നപ്പോൾ കാടപ്പക്ഷിയും സ്വർഗീയ ഭക്ഷണമായ മന്നയും അവർക്ക് നൽകി. ദൈവം കൂടാരമടിച്ച് അവരോടുകൂടെ പാർത്തു. എന്നാൽ ദൈവം കൂടെ വസിക്കുന്ന ജീവിത അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിലും പലപ്പോഴും അവർ ദൈവത്തോട് പിറുപിറുത്തു, ദൈവത്തോട് മറുതലിച്ചു. മെരീബായിലും മസാനാളിലും അവരുടെ ഉള്ളം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാലും ദൈവം വളരെ ക്ഷമയോടെ അവരെ കരുതി. അവർ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സീനായ് മലയിൽ പാളയമിറങ്ങിയിരിക്കുമ്പോൾ മോശ ഹോരേബ് പർവ്വതത്തിൽ കയറി ചെന്ന് അവിടെ നിന്ന് ദൈവത്തിന്റെ കൽപ്പനകളുമായി ഇറങ്ങി വരുമ്പോൾ അഹ്റോനും ഇസ്രായേൽ മൂപ്പന്മാരും ഒന്നിച്ച് തങ്ങളുടെ മിസ്രൈമിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുവന്ന ആഭരണങ്ങളൊക്കെ വാർത്ത് ഉരുക്കി കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ കാളക്കുട്ടിയുടെ മുമ്പിൽ കിടന്ന് നമസ്കരിക്കുന്നതാണ് മോശ കണ്ടത്. എന്നാൽ മോശയ്ക്ക് ദേഷ്യം വന്നു. മോശ കൽപ്പലക എടുത്ത് എറിഞ്ഞു. കൽപ്പലക രണ്ടായിട്ട് പൊട്ടിപ്പോയി. എന്നാൽ അവിടെ നിന്ന് ബാൽ വിഗ്രഹത്തെ ഉപേക്ഷിച്ച് വീണ്ടും പ്രയാണം ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ അവർ കരങ്ങളിൽ സൂക്ഷിച്ചു. അത് അവർക്ക് പോകുന്നിടത്തൊക്കെ സങ്കീർത്തനങ്ങളായി മാറി. എന്നാൽ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. മോശ ദൂരവേ നിന്ന് കനാൻ ദേശം കണ്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. യോശുവയും കാലേബുമാണ് മോശ അവസാനമായി നിയോഗിച്ച 2 സേനാധിപന്മാർ. യോശുവയും കാലേബും കനാൻ നാട്ടിൽ കടക്കുന്നതിന് തൊട്ടു മുമ്പ് മോശ 12 പേരെ തെരഞ്ഞെടുത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ കനാൻ നാട് ഒറ്റുനോക്കാൻ പോകാൻ പറഞ്ഞു. അങ്ങനെ കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയവർ 10 പേർ മടങ്ങി വന്ന് പറഞ്ഞു, അവിടെയുള്ള ബലശാലികളായ യോദ്ധാക്കൾ, മല്ലന്മാർ, അവരെ കീഴ്പ്പെടുത്തുക നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് ആ സ്ഥലം വേണ്ട, ഈ സ്ഥലം നമുക്ക് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് സംതൃപ്തരാകാൻ ശ്രമിക്കുമ്പോൾ കാലേബ് പറഞ്ഞു, 80-ാമത്തെ വയസ്സിൽ വയോവൃദ്ധനായ കാലേബ് പറഞ്ഞു, മോശേ, ആ മലകളെ എനിക്ക് തരിക, ഞാൻ അവയെ കീഴ്പ്പെടുത്താം.
യോശുവ പറഞ്ഞു, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, നമുക്ക് ഈ മലകളെ കീഴ്പ്പെടുത്താം. അങ്ങനെ മോശയുടെ പടനായകനായി യോശുവയും കാലേബും രണ്ടുപേരും പ്രയാണം ആരംഭിക്കുകയാണ്. യോശുവ 30 യുദ്ധങ്ങൾ നടത്തി ഇസ്രായേലിന് കനാൻ ദേശം പിടിച്ചടക്കി. യോർദാൻ അക്കരയും ഇക്കരയുമായി ഗോത്രങ്ങൾ വിഭാഗിച്ചു കൊടുത്തു. വിഭാഗിച്ചു കൊടുത്ത ഗോത്രങ്ങളിൽ അവർ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും അവർ കുഴിച്ചിട്ടില്ലാത്ത കിണറുകളിൽ നിന്നുള്ള വെള്ളവും അവർ പണിതിട്ടില്ലാത്ത പട്ടണങ്ങളിലുള്ള പാർപ്പും അവർക്ക് വളരെ സന്തോഷമായിരുന്നു. എന്നാൽ യോശുവ ദൈവത്തിന്റെ ജനത്തിന് സ്വസ്ഥത വരുത്തി എന്ന് ദൈവവചനം നമ്മൾ വായിക്കുന്നു. ദൈവത്തിന്റെ ജനത്തിന് സ്വസ്ഥത വരുത്തി. അത് 2 തരത്തിലാണ്. ഒന്ന്, രാഷ്ട്രീയമായി അരാജകത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനം. ഇന്നും ആ പോരാട്ടം അവസാനിച്ചിട്ടില്ല. ഇന്നും നാം ഇവിടെ ഇരിക്കുമ്പോൾ പാലസ്തീൻ പ്രദേശം കീഴ്പ്പെടുത്തുവാൻ ഇസ്രായേൽ യുദ്ധത്തിലാണ്. ഈ യുദ്ധം എന്ന് തുടങ്ങിയതാണ്? ഇസ്രായേലിന്റെ ആരംഭം മുതൽ ആരംഭിച്ചതാണ് യുദ്ധം. പ്രിയപ്പെട്ടവരെ, ആ യുദ്ധത്തിന്റെ സ്വസ്ഥത വരുത്തിയ സാഹചര്യത്തിൽ രാഷ്ട്രീയമായുള്ള സ്വസ്ഥത അവർക്ക് ലഭിച്ചു, ഭൗതികമായ നന്മകൾ ലഭിച്ചു. അപ്പോൾ മോശ ഒരു നിയമം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അബദ്ധവശാൽ ആരെങ്കിലും ഒരുത്തനെ അടിച്ചു കൊന്നാൽ അവൻ കൊലപാതകിയാണ്, അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന നിയമം നിലവിലുള്ളപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ യോശുവയുടെ അടുത്ത് മൂപ്പന്മാർ വന്നു. യോശുവയോട് പറഞ്ഞു, ഞങ്ങൾ കൊലപാതകികളായി പോവുകയാണ്. അബദ്ധവശാൽ ഒരുത്തൻ മരിച്ചുപോയാൽ അവനെ ആ കൊല്ലപ്പെട്ട ആളിന് പകരമായി കൊല ചെയ്തവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്നുള്ള മോശയുടെ നിയമം മാറ്റണം. യോശുവ അവരോട് പറഞ്ഞു, ദൈവത്തോട് ചോദിക്കാം. ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് യോർദാൻ അക്കരയും ഇക്കരയുമായി 6 സങ്കേത പട്ടണങ്ങൾ ഉണ്ടാക്കി. അബദ്ധവശാൽ ഒരുവൻ കൊലപാതകിയായാൽ അവന് രക്ഷ നേടുന്നതിന് വേണ്ടി ഓടിച്ചെന്ന് സങ്കേത പട്ടണത്തിന്റെ ഗോപുരത്തിൽ കയറിയാൽ അവനെ ആരും പിന്നെ കൊല്ലുകയില്ല. അങ്ങനെ രക്ഷയുടെ പുതിയൊരു സന്തോഷം, രക്ഷയുടെ പുതിയൊരു മാനം, അവന് അനുതാപത്തിനുള്ള ഒരു അവസരം ദൈവം യോശുവയിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ജനം പറയുന്ന, ദൈവത്തിന്റെ വചനം പറയുന്നത്, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവം യോശുവയിലൂടെ ദൈവത്തിന്റെ ജനത്തിന് സ്വസ്ഥത വരുത്തി. എന്നാൽ യോശുവയും കാലേബും ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് യോർദാന്റെ അക്കരയും ഇക്കരയുമായി കൃഷി ചെയ്ത് സമാഗമന കൂടാരം ശേഖേമിൽ ഉറപ്പിച്ച് ദൈവാരാധന നടത്തുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹവുമായി മുന്നോട്ട് പോകുമ്പോൾ യോശുവ ശേഖേമിൽ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേലിലെ പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടി. ശേഖേമിൽ വിളിച്ചുകൂട്ടി അവരോട് പറയുന്ന തന്റെ വിടവാങ്ങൽ പ്രസംഗമാണ് 24-ാം അധ്യായം. ഈ അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള ആപ്തവാക്യമാണ്. ഒരു കുടുംബം, ദൈവജനത്തെ നയിച്ച കുടുംബം, ദൈവജനത്തെ യുദ്ധത്തിലൂടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി അവർക്ക് സ്വസ്ഥത വരുത്തിയ കുടുംബം, ബലശാലികളായ യോദ്ധാക്കൾ കൂടെയുള്ള ഒരു സേനാധിപൻ, അവൻ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം യുദ്ധങ്ങൾ ചെയ്തു, ഞാൻ ധാരാളം പ്രവർത്തിച്ചു, എന്നാൽ എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. സേവിക്കുമെന്ന് പറഞ്ഞിട്ട് അനക്കമൊന്നുമില്ലല്ലോ. ഒരു 3-4 ഹല്ലേലൂയയെ കേട്ടുള്ളൂ. ദൈവത്തിന്റെ മക്കളെ, ഈ കുടുംബ പ്രതിഷ്ഠാ ദിനത്തിൽ നാം ഈ ദേവാലയത്തിൽ 2-3 ദിവസത്തെ ദൈവവചനം കേട്ട് മടങ്ങി പോകുമ്പോൾ, കുർബാന കഴിയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പറയണം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയണം. എന്നാൽ യഹോവയെ സേവിക്കാൻ പറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 24-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തില് ഇങ്ങനെയാണ്
യോശുവ പറയുന്നത്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുകയില്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചാൽ മുമ്പ് നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ തിരിച്ച് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. പ്രിയപ്പെട്ടവരെ, യോശുവ ദൈവത്തിന്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് അവനെ സേവിക്കാൻ കഴിയുകയില്ല. കാരണം അവൻ തീഷ്ണതയുള്ള ദൈവമാണ്, അവൻ പരിശുദ്ധ ദൈവമാണ്. നിങ്ങൾക്ക് അവനെ സേവിക്കാൻ കഴിയുകയില്ല. ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന, ഈ ലോക സുഖം വർദ്ധിച്ചു വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ സേവിക്കുക എന്നുള്ളത് അല്പം ശ്രമകരമായ ജോലിയാണ്. ഒരു കാലത്ത് നമുക്ക് ഇതുപോലെയുള്ള സൗകര്യങ്ങളില്ല. ഞാൻ ഈ ദേവാലയത്തിൽ വന്നപ്പോ ഇവിടെ ബെഞ്ചൊന്നുമില്ല. ഇവിടുത്തെ കപ്പ്യാരപ്പച്ചൻ വിരിക്കും. ആ പായിലാണ് കൂടുതൽ ആളുകൾ ഇരുന്നിട്ടുള്ളത്. 3 4 ചെറിയ തടിക്കസേരയോ മടക്കി വെക്കുന്ന പണ്ടത്തെ ഒരു പ്ലാസ്റ്റിക് കസേരയുണ്ട്. അങ്ങനെയുള്ള കസേരകൾ, സ്റ്റീൽ കസേരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനോഹരമായ ദേവാലയത്തിൽ നല്ല തണുപ്പ്. ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു. അത്രമാത്രം തണുപ്പാണ്. ഇത് AC വെച്ചില്ലെങ്കിലും ഈ മലമുകളിലൂടെ നല്ല സൗകര്യം, നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ നിന്നാൽ ഉറങ്ങിപ്പോകും. നമ്മൾ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ദേവാലയത്തിൽ ഇരിക്കുന്നത്. സുഖസൗകര്യങ്ങൾ, നമ്മുടെ സുഖസൗകര്യങ്ങൾ നമുക്ക് വർദ്ധിക്കുമ്പോൾ, നമുക്ക് ഈ ലോകത്തിന്റെ സാഹചര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ദൈവത്തെ സേവിക്കുവാൻ കഴിയും? ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കണം. പണ്ട് നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ജീവിതത്തിന്റെ ഇല്ലായ്മയുടെ നാളുകളിൽ നമുക്ക് ദൈവവുമായുള്ള ബന്ധം എപ്രകാരമായിരുന്നു? ഇന്ന് നമുക്ക് ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഇവിടെ യോശുവ പറയാണ്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുകയില്ല. കാരണം അവൻ തീഷ്ണതയുള്ള ദൈവമാണ്, അവൻ പരിശുദ്ധ ദൈവമാണ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന്, നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ മാറ്റിക്കളയണം. നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ മാറ്റിക്കളയാതെ നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയില്ല. അച്ഛൻ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ മാർത്തോമാക്കാരാ. ഞങ്ങൾ 160 വർഷമായ മാർത്തോമാക്കാരാ. എലിക്കാട്ടൂർ പള്ളി, ഈ പള്ളിയിൽ നിന്ന് പോയതാ. 100 വർഷമാകാൻ പോവാ. 99 വയസ്സ് പൂർത്തിയാകാൻ പോവാ ഈ ഡിസംബർ മാസം 28-ാം തീയതി. ഈ പള്ളിയിൽ നിന്ന് പോയ 6 പള്ളിയുണ്ട്. 6 അച്ഛാ? 6 പള്ളിയുണ്ട്. അച്ഛോ, ഞങ്ങള് 160 വർഷമായി സത്യവേദ പുസ്തകവുമായി കുരിശു മാത്രം വെച്ച് ആരാധിക്കുന്ന അപ്പന്മാരുടെ മക്കളാണ്. പിന്നെ അച്ഛൻ എന്താ ഭോഷത്വമായി പറയുന്നേ? ഞങ്ങളുടെ ഇടയിൽ എന്താ അന്യദൈവമുള്ളത്? നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ പെൺമക്കളെ നമ്മൾ വിവാഹം കഴിച്ച് അയക്കുന്നത് മാർത്തോമായിലാകണമെന്നില്ല, ഏത് സഭയിൽ വേണമെങ്കിലും ആകാം. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം സ്ത്രീകളും യാക്കോബായി എന്നൊക്കെ മാർത്തോമായിലോട്ട് കെട്ടിച്ചവരാ, അല്ലയോ? അല്ലയോ? ബഹുഭൂരിപക്ഷം. ഓർത്തഡോക്സിൽ നിന്ന് മാർത്തോമായിലോട്ട് വന്നപ്പോൾ അവിടെ പഠിച്ച ചിലതൊക്കെ ഇനി കൊണ്ടുവരുന്നിട്ടില്ലയോ? കൊണ്ടുവരുന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ മരണ വീടുകളില് ഒരു കാലത്ത് മാർത്തോമാക്കാർക്ക് കട്ടില് വിരിച്ച് കുരിശു വെക്കുന്ന പതിവ് ഇല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അച്ഛന്മാർക്കൊന്നും പറയാനൊക്കത്തില്ല. പറഞ്ഞ ഉടനെ വാട്സപ്പില് ഞങ്ങൾക്കെതിരെ ഫോട്ടോ സഹിതം ഞങ്ങളുടെ ഫോട്ടോയും ഇടും, ഞങ്ങളെ കുറിച്ചുള്ള അന്യായം മുഴുവൻ എഴുതി അയക്കും. അതുകൊണ്ട് ഞങ്ങളൊന്നും മിണ്ടത്തില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ പല മാർത്തോമ്മക്കാർക്കില്ലാതിരുന്ന പല ആചാരങ്ങളും ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ട്. തിങ്കളാഴ്ച ദിവസം കല്യാണം വെക്കും. കല്യാണം വെച്ചാൽ
9 മണിക്ക് മുമ്പ് ഇറങ്ങത്തില്ല, 9:30 ആയാലും ഇറങ്ങത്തില്ല. അമ്മാച്ചൻ വന്നില്ലെന്ന് പറയും. അല്ലെങ്കിൽ കൊച്ചിനെ എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും ആരെങ്കിലും പോവും, അല്ലെങ്കിൽ ഒന്ന് കൊച്ചിനെ നുള്ളി കരയിക്കും. ഇങ്ങനെയൊക്കെയാ നമ്മളുടെ ഓരോ ആചാരങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മള് ധാരാളം അന്യദൈവങ്ങളെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നവരാ. ചിലർക്ക് പണം അന്യദൈവമാണ്, ചിലർക്ക് സ്ഥാനമാനങ്ങൾ അന്യദൈവമാണ്, ചിലർക്ക് ചില അന്ധവിശ്വാസങ്ങൾ അന്യദൈവമാണ്. ലാബാന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹത്തെ പുതപ്പിനടിയിൽ ഒളിപ്പിച്ചു വെച്ച മകളെ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ആവശ്യമുള്ളപ്പോൾ നമ്മൾ എടുക്കും. പ്രിയപ്പെട്ടവരെ, ദൈവവചനം സ്പഷ്ടമായിട്ട് നമ്മളോട് പറയുന്നത്, ദൈവത്തെക്കാൾ അധികമായി നാം എന്തിന് മുൻഗണന നൽകുന്നു, അതൊക്കെ അന്യദൈവങ്ങളാണ്. ദൈവത്തെക്കാൾ അധികമായി നാം എന്തെല്ലാം കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നു, അതൊക്കെ അന്യദൈവങ്ങളാണ്. ഈ അന്യദൈവങ്ങളെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അതുകൊണ്ട് നാം സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ, യഹോവയെ സേവിക്കണമെങ്കിൽ, ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളയണം. വളരെ എളുപ്പമാണ് എന്ന് നമ്മൾ വിചാരിക്കണ്ട. ചിലതൊക്കെ നമ്മളിൽ നിന്ന് പോകാൻ വലിയ പ്രയാസമാണ്, ചിലതൊക്കെ നമ്മിൽ നിന്ന് മാറ്റാൻ പ്രയാസമാണ്. ഞാൻ ഇരുന്ന ഒരു പള്ളിയില് ഒരു കപ്പ്യാരപ്പച്ചൻ ഉണ്ടായിരുന്നു. കപ്പ്യാരപ്പച്ചൻ മധുവായി കയറുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പേ 2 ബീഡി വലിച്ചിട്ടേ വരത്തുള്ളൂ. 2 ബീഡി വലിക്കും. മധുവായിലോട്ട് കയറി വരുമ്പോ ഈ കട്ട് നാറ്റമാണ്. ഞാനന്ന് കൊച്ചച്ഛനാ, ഞാൻ പട്ടം ഏറ്റിട്ട് അന്ന് 5 വർഷമായുള്ളൂ. ഒരു ദിവസം ഞാൻ ഈ അപ്പച്ചനോട് പറഞ്ഞു, എന്റെ വല്യപ്പച്ചന്റെ പ്രായമുണ്ട് അപ്പച്ചന്, ഇനിയും ഈ ഞായറാഴ്ച ദിവസം രാവിലെ ഇത് വലിക്കരുത്. അപ്പച്ചൻ അത് പറഞ്ഞത് ഇച്ചിരി പ്രയാസമായി. അച്ചോ, ചേപ്പനാലിൽ അച്ഛൻ വരെ ഇവിടെ എന്റെ പള്ളിയിൽ ഇരുന്ന്, ചേപ്പനാലിൽ അച്ഛൻ വലിയ അച്ഛനാണ്, മർത്തോസഭയിലെ വലിയ അച്ഛനാണ്. ആ അച്ഛൻ ഇരുന്ന പള്ളിയാണ്. ആ അച്ഛൻ പോലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മുറുകെ പറ്റുന്ന പല കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ അന്യദൈവങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാകണം. ഓരോ കുടുംബ ധ്യാനം കഴിയുമ്പോഴും നമ്മളൊരു പ്രതിഷ്ഠിച്ച് മടങ്ങിപ്പോകുന്നവരായിട്ട് തീരുമെങ്കിലും നമ്മുടെ സ്ഥായി ഭാവത്തിന് മാറ്റം വരുന്നില്ല. നാം പഴയതുപോലെ തന്നെ പിന്നെയും പോകും. അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം അന്യദൈവങ്ങൾ ഉണ്ടെന്ന് ഈ രാത്രിയിൽ നമ്മൾ ചിന്തിക്കണം. നമ്മൾ പാട്ട് പാടും, ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടു ഞങ്ങൾ സാത്താന്യ ശക്തിയെ ധീരതയോടു നിൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോ അന്യദൈവങ്ങളെ നീക്കിക്കളയുക. മാത്രമല്ല, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണം. കർത്താവ് പറഞ്ഞു 2 കൽപ്പനയാണ്. യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ച 2 കൽപ്പനയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും
പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമസ്കരിക്കണം, സേവിക്കണം, ആരാധിക്കണം. അതിന് കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ പൂർണ്ണതയിൽ ദൈവത്തെ നാം ആരാധിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിന്റെ അന്യദൈവങ്ങളെ മാറ്റണം. രണ്ടാമത് നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം ഉണ്ടാകണം. അപ്പോൾ ജീവിതത്തിന്റെ ആകമാനമുള്ള അനുഭവങ്ങളിൽ മാറുമ്പോൾ നമ്മുടെ ഉള്ളത്തിന് മാറ്റം ഉണ്ടാകണം. പൗലോസും ശീലാസും കൂടെ ഫിലിപ്പിയ എന്ന് പറയുന്ന സ്ഥലത്ത് മാസിഡോണിയയിൽ മക്കതോനിയയിലെ തുറമുഖ പട്ടണമായ ഫിലിപ്പിയയിൽ ചെല്ലുമ്പോൾ അവിടെ രക്താംബരം വിൽക്കുന്ന ഒരു സ്ത്രീ അവിടെ ഇരുന്നിങ്ങനെ കച്ചവടം ചെയ്യുക. അവളോട് ചെന്നിട്ട് യേശുവിനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലൂക്കോസ് സുവിശേഷകൻ അപ്പോസ്തല പ്രവൃത്തികളിൽ അത് എഴുതിയിരിക്കുന്നിടത്ത് ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, ലൂദിയായുടെ ഹൃദയം തുറന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെ പൂർണ്ണമായി ആരാധിക്കണമെങ്കിൽ എന്താ ചെയ്യണം? നമ്മുടെ ഹൃദയം തുറക്കപ്പെടണം. പൂട്ടിവെച്ചിരിക്കുക നമ്മുടെ ഹൃദയം. എപ്പോഴാ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ ഇതിനകത്ത് കയറ്റി വാതിൽ നമ്മളങ്ങ് പൂട്ടി. ഇപ്പൊ കർത്താവിന് വെളിയിൽ ഇറങ്ങാൻ ഒക്കുകയില്ല. കർത്താവ് അകത്തിരുന്ന് ശ്വാസം മുട്ടുക. എന്നെ ഒന്ന് ഇറക്കിവിടെ, എന്നെ ഒന്ന് ഇറക്കിവിടെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഹൃദയം തുറക്കണം. കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കണം. കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കുമ്പോൾ ജീവിതം മുഴുവൻ പ്രകാശമുള്ളതായി തീരും. ഹൃദയം തുറക്കപ്പെടുന്നതാണ് ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ. ദൈവത്തിന്റെ മുഖം നമ്മൾ കാണണമെങ്കിൽ നമ്മളുടെ ഉള്ളം അടച്ചു വെക്കാൻ പാടില്ല, തുറക്കപ്പെടണം. ഉള്ളം അടച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം, ഇന്നലെ അച്ഛൻ പറയുമ്പോൾ പല കാര്യങ്ങൾ അതോട് ചേർന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഭാവത്തിന് മാറ്റം ഉണ്ടാകണം. നമ്മളുടെ ഉള്ളം തുറക്കപ്പെടുമ്പോൾ നമ്മുടെ വീക്ഷണം മാറും, നമ്മുടെ കണ്ണുകൾ മാറും, നമ്മുടെ ചെവി മാറും, നമ്മുടെ കൈകൾ മാറും. കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറക്കപ്പെടുമ്പോഴാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. മറച്ചു വെക്കാനൊന്നുമില്ല. കർത്താവിന്റെ സന്നിധിയിൽ സകലവും തുറന്നിരിക്കുകയാണ്, ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുകയില്ല. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൽ ഞാൻ വാതിൽ തുറന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവ് നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കാനും കർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനും ആഗ്രഹിക്കുക. നമ്മിലൂടെ കർത്താവ് സഞ്ചരിക്കണം. നമ്മളുടെ കരങ്ങൾ കർത്താവിന്റെ കരങ്ങളായിട്ട് മാറണം. നമ്മുടെ ചെവി കർത്താവിന്റെ ചെവിയായിട്ട് മാറണം. നമ്മുടെ കണ്ണുകൾ കർത്താവിന്റെ കണ്ണുകളായി മാറണം. നമ്മുടെ ബുദ്ധി കർത്താവിന്റെ ബുദ്ധിയായി മാറണം. അപ്പോഴാ ഹൃദയശുദ്ധി. നമ്മൾ പറയും, കർത്താവിന്റെ സന്നിധി പാപം ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. പാപം ഏറ്റു പറഞ്ഞാൽ കുമ്പസാരമാകും. പക്ഷേ പാപം ഏറ്റുപറയുക മാത്രമല്ല, നമ്മുടെ ഉള്ളം കർത്താവിന് വേണ്ടി തുറക്കപ്പെടണം. കർത്താവ് പറഞ്ഞു, ഈ എളിയവരിൽ ഒരുത്തന് ചെയ്തിടത്തോളം എല്ലാം എനിക്കാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയശുദ്ധി അവിടെയാണ്. ഹൃദയത്തിന്റെ നൈർമല്യം അവിടെയാണ്. ഹൃദയം തുറക്കപ്പെടുന്നത് അവിടെയാണ്. നമ്മുടെ ഉള്ളങ്ങൾ സങ്കുചിതമാകാൻ പാടില്ല. നാം ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആളിന് കുറച്ച് അനുഗ്രഹം കൂടുതൽ കിട്ടിക്കാണും. നമ്മൾ താരതമ്യപ്പെടുത്തരുത്. നമുക്ക് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, അവൻ നിന്നെ നിറയ്ക്കും. വായെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വായല്ല, നിന്റെ ഹൃദയത്തിന്റെ വായാണ്.
ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയുള്ള അവയവത്തിന്റെ കാര്യമല്ല, ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഹൃദയം. രണ്ടാമത്, ദൈവത്തെ ആരാധിക്കണമെങ്കിൽ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നതാണ്, സഹോദരങ്ങളെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം. നാം ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് തീരണം. ദൈവം അംഗീകരിക്കുന്ന ഒരു യാഗമായിട്ട് തീരണം. ദൈവം സ്നേഹിക്കുന്ന ഒരു യാഗമായിട്ട് തീരണം. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും ത്യാഗവും കരുണയും സ്നേഹവും ഒക്കെ അതിലൂടെ വെളിപ്പെടും. ഒരു അമ്മച്ചിക്ക്, ഒരു നാട്ടിൻപുറത്തെ അമ്മച്ചിക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. അമ്മച്ചി വിധവയായതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ വളർത്തിയത്. അരി ഇടിച്ച്, നെല്ല് കുത്തി, കപ്പയൊക്കെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ഈ 2 ആൺമക്കളെ പഠിപ്പിച്ച് വളർത്തി. ഈ ആൺമക്കളെ വളർത്തിയിട്ട് ഈ അമ്മച്ചി, മൂത്ത മോൻ 10ാം ക്ലാസ് പാസ്സായി. അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് പാസ്സായാൽ TTCക്ക് അഡ്മിഷൻ കിട്ടും. അവൻ TTCക്ക് പോയി പഠിച്ചു. അന്ന് 9 മാസമേ ഉള്ളൂ TTC പാസ്സാകാൻ. 9 മാസം കഴിഞ്ഞപ്പോൾ അവന് TTC പാസ്സായി, അധ്യാപകനായിട്ട് ജോലി കിട്ടി. അപ്പോൾ ആ വീട്ടിൽ വലിയ സന്തോഷമാണ്. ഇളയ മകൻ അവനും പഠിച്ചു, മിടുക്കനാണ്. പക്ഷെ അവൻ പഠിച്ചു, 10ാം ക്ലാസ് പാസ്സായി, അവന് TTCക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അവൻ പഠിച്ചപ്പോഴത്തേക്ക് കൂടുതൽ ആളുകൾ ജോലിക്ക് വേണ്ടി തിരക്ക് കൂട്ടുന്നത് കൊണ്ട് TTCക്ക് വളരെ കുറച്ച് അഡ്മിഷനേ ഉള്ളൂ. അവന് കിട്ടിയില്ല. പക്ഷെ അവൻ കൃഷിപ്പണി തിരഞ്ഞെടുത്തു, അവൻ കൂലിപ്പണി തിരഞ്ഞെടുത്തു. സ്വന്തമായി സ്ഥലമൊന്നും അധികമില്ല, താമസിക്കുന്ന പറമ്പും കൊച്ചു സ്ഥലം മാത്രമേ ഉള്ളൂ. എന്നാൽ അവൻ മറ്റുള്ളവരുടെ വീടുകളിൽ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മച്ചിക്ക് 60 വയസ്സ് കഴിഞ്ഞു. അമ്മച്ചിക്ക് 60 വയസ്സ് കഴിഞ്ഞപ്പോൾ മൂത്ത മോൻ അമ്മച്ചിക്ക്, പഴയ അമ്മച്ചിമാരൊക്കെ എന്തോ ഇടുന്നേ, ചട്ടയുമുണ്ട്. ഇവിടെ ഇപ്പൊ കളർഫുൾ പള്ളിയായി പോയി. ഈ കഴിഞ്ഞ ആഴ്ചയില് ഞങ്ങളുടെ തേവലക്കര സെന്ററിൽ സീനിയർ ഫെലോഷിപ്പിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പള്ളിയിൽ ഇരുന്ന തോമസ് മാത്യു അച്ഛനാ അവിടുത്തെ എന്റെ വികാരിയായിപ്പോ. അപ്പം അവിടെ ഇമ്മാനുവൽ മാർത്തമ്മ പള്ളിയിലെ അവിടുത്തെ 60 വയസ്സ് കഴിഞ്ഞ ഒരു 7-8 അമ്മാമ്മമാര് എന്തായെന്നറിയോ, ചട്ടയും മുണ്ട് കൊടുത്തോണ്ട് വന്ന ആ പാട്ട് പാടിയത്. അപ്പൊ എനിക്ക് ഇവരെ അലൂക്കാസുകാരും ഒന്നും കാശ് തന്നിട്ടില്ല, രാധാസുകാരും ഒന്നും കാശ് തന്നിട്ടില്ല ഈ ചട്ടയും മുണ്ടും വാങ്ങിക്കണമെന്ന് പറയാൻ. അവരാരും എനിക്ക് ഈ അഡ്വർടൈസിങ്ങിന് കാശൊന്നും തന്നിട്ടില്ല. ഞാൻ പറയാൻ വന്നത്, ഒരു കാലത്ത് നമ്മുടെ പള്ളിയിൽ വന്നാൽ ചട്ടയും മുണ്ടും നേരിയതും ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഉള്ളതൊക്കെ കർത്താവിന്റെ അടുത്ത് പോയെന്നാ തോന്നുന്നേ, ഇല്ലയോ? ഇനിയിപ്പൊ കാണുമോന്ന് എനിക്ക് സംശയമാണ്. ഇല്ല, ഒരു ഓർമ്മയ്ക്കെങ്കിലും ഈ ഒരു 10-70 വയസ്സാകുന്ന അമ്മച്ചിമാരെല്ലാം ഒരു ചട്ടയും മുണ്ടും ഒക്കെ വല്ലപ്പോഴും ഒന്ന് തയ്ച്ചൊന്നിടണം. അതൊരു രസമാണ്. അതാ ഞൊറിവ് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ഞൊറിഞ്ഞിങ്ങനെ പോകുന്ന പുറകെ നിന്ന് നോക്കുന്നവനോട് നീ നോക്കണ്ടാടാന്ന് പറയുന്ന കോക്കറ് കുത്തുക എന്ന് പറയും. അതാണ് ആ ഞൊറിവ് കിടന്ന് ആടുന്നത് കേട്ടോ. ഇന്നിപ്പോ അതൊന്നും അല്ല. ഇന്നത്തെ വസ്ത്രത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പോട്ടെ, ചുരിദാർ നല്ല വേഷമാണ് കേട്ടോ, നല്ല വേഷമാണ്. സാരി നല്ല വേഷമാണ്. പക്ഷേ നമുക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഈ മൂത്ത മോൻ അമ്മച്ചിയുടെ 60ാമത് ജന്മദിനത്തിന് ഒരു ചട്ടയും മുണ്ടും നേരിയതും ഇവിടെ കുത്തുന്ന സാധനം ഉണ്ടല്ലോ, അതും എന്തോ പോർച്ചോ ബ്രോച്ച്, അതും ഒക്കെ മേടിച്ചു കൊടുത്തു. അമ്മച്ചി രാവിലെ കുളിച്ചേച്ച് വരണം. അന്ന് കേക്കൊന്നും ഉള്ള കാലമല്ല, കിണ്ണനപ്പം. അമ്മച്ചി ഒരു കിണ്ണനപ്പൊക്കെ ഉണ്ടാക്കി. വലിയ മോനും ചെറിയ മോനും 2 പേരും കുളിച്ച് റെഡിയായി വന്നു. രാവിലെ അമ്മച്ചിയുടെ ജന്മദിനം. 60 വയസ്സാണ് അമ്മച്ചിക്ക്. 60 വയസ്സ് കഴിഞ്ഞതിന്റെ സന്തോഷമാണ്. അപ്പോൾ അമ്മച്ചിക്ക് ചട്ടയും മുണ്ടും ഒക്കെ കൊടുത്തത് വലിയ മോനാണ്. അവന്റെ കയ്യിൽ പണമുണ്ട്, കൊച്ചുമോന്റെ കയ്യിൽ ഒന്നുമില്ല.
കൂലിപ്പണിക്ക് കിട്ടുന്ന പൈസയേ ഉള്ളൂ. അവനത് അന്നന്നത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. അവന്റെ കൈ മിച്ചമൊന്നുമില്ല. അന്നത്തെ കാലത്ത് വലിയ കൂലിപ്പണിക്ക് വലിയ വരുമാനമൊന്നുമില്ല. 2 തേങ്ങായോ ഒരു പക്ക അരിയും ഒക്കെ കൊടുക്കുന്ന കാലത്താണ്. പ്രിയപ്പെട്ടവരെ, അവന് വലിയ സങ്കടമുണ്ടായി. അമ്മച്ചിയും 2 മക്കളും അപ്പുറം ഇരുന്നു പ്രാർത്ഥിച്ചു, കിണനപ്പം മുറിച്ചു. അമ്മച്ചി 2 കുഞ്ഞുങ്ങൾക്കും പങ്കുവെച്ചു, 2 പേരെയും കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്തു. എന്നാൽ കൊച്ചുമോന് തൃപ്തിയായില്ല. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എഴുന്നേറ്റ് പോകരുത്, ഇവിടെ ഇരിക്കണം. അവൻ അടുക്കളയിലോട്ട് പോയി. അവൻ മുറം എടുത്തോണ്ട് വന്നു. മുറം കണ്ടിട്ടുണ്ടോ? മുറം കണ്ടിട്ടുണ്ടോടാ? എങ്ങനെ ഇരിക്കുക? 4 വശമൊക്കെ ഉണ്ടോ? അല്ല, പിള്ളേർക്ക് അറിയത്തില്ല. ഈ ചെറുപ്പക്കാരികൾക്കെല്ലാം അച്ഛൻ ഒരു മത്സരം നടത്തണം. ഈ കല്ലൊക്കെ വാരിയിട്ടിട്ട് കുറച്ച് പയറോ നെല്ലോ ഒക്കെ കൊടുത്തിട്ട് പാറ്റ് മത്സരം. അത് പുതിയൊരു മത്സരം നടത്തണം. ഈ പാറ്റി കൊഴിച്ചെടുക്കാൻ പഠിപ്പിക്കാൻ. എത്ര പേർക്ക് അറിയാം? ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നത് കല്ലായാലും നെല്ലായാലും ഒരു പ്രശ്നവുമില്ല. പാറ്റുന്നത്. ആ മുറം എടുത്തോണ്ട് വന്നു, അമ്മച്ചിയുടെ മടിയിലോട്ട് വെച്ചു. അവൻ ആ മുറത്തിലോട്ട് കയറി ഇരുന്നിട്ട് അമ്മച്ചിക്ക് 2 ചള്ളയ്ക്കും ഓരോ ഉമ്മ കൊടുത്തു. എന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, എനിക്ക് അമ്മച്ചിക്ക് തരാൻ ചട്ടയും മുണ്ടും ഇല്ല, നേരിയതില്ല. എനിക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ. ജീവനും ചൈതന്യമുള്ള യാഗമായി ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കണം. 3-ാമത് യോശുവ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് തോന്നിയോ? ഏത് ദൈവമാണ് നിങ്ങളെ നടത്തിയതെന്ന് നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങൾ വന്ന വഴിയിൽ ധാരാളം ദേവന്മാരെ കണ്ടു. ആരാണ് നിങ്ങളെ നടത്തിയത്? ചോദിക്കുക, ദൈവത്തെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയോ? ഈ ദൈവത്തിന്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഈ ദൈവത്തെ അനുകരിക്കേണ്ട കാര്യമില്ല. അതാണ് യോശുവ ദൈവജനത്തോട് പറഞ്ഞത്. എന്നിട്ട് അക്ക വിട്ട് പറയുക. 24-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അബ്രഹാം മുതൽ താഴോട്ട് വന്ന് മോശ വരെയുള്ള ചരിത്രം 15 വാക്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തൂണ് കൊണ്ടും അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിൽ എത്തിച്ചതിന്റെ അനുഗ്രഹം തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞ് നമ്മുടെ ജീവിതം നോക്കി ദൈവം നടത്തിയതല്ലാതെ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ? ദൈവം നമ്മെ പരിപാലിച്ചതും ദൈവം നമ്മെ പ്രതികൂലങ്ങളിലൂടെ കരം പിടിച്ച് നടത്തിയതുമല്ലാതെ നമ്മുടെ മിടുക്ക് കൊണ്ട് നമ്മൾ എന്തെങ്കിലും നേടിയെന്ന് പറയാൻ നമുക്കുണ്ടോ? ഒന്നുമില്ല. നമ്മളൊക്കെ ചിലപ്പോ ചിന്തിക്കും, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇന്നടത്ത് പോയി, ഇന്നടത്ത് വന്നു, ഇന്ന സ്ഥലത്ത് ജോലി. ഒന്നുമില്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ദയൊന്ന് മാത്രമാണ്, ദൈവത്തിന്റെ കരുണയൊന്ന് മാത്രമാണ് ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ നമുക്ക് മറക്കാൻ പറ്റുമോ? ദാവീദ് പറയുന്നത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനവും കാണുക അത് ഒഴിക്കും. രക്ഷയുടെ പാനപാത്രം ദൈവത്തിന്റെ വചനമാണ്. ഈ ദൈവത്തിന്റെ വചനം സർവജനത്തോടും പറയും. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ പറയണം. 103-ാം സങ്കീർത്തനം പറയുന്നത് അതാ, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്.
പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നൽകിയ നന്മകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് നന്ന് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്നാൽ യോശുവ അവിടെ കൊണ്ട് നിർത്തിയില്ല. യോശുവ 2 കാര്യങ്ങളൂടെ പറഞ്ഞു. 2 കാര്യങ്ങൾ. ഒന്ന് പറയുകയാണ്, നിങ്ങൾ യഹോവയെ ഭയപ്പെടണം. അവൻ തീഷ്ണതയുള്ള ദൈവമാണ്, അവൻ പരിശുദ്ധ ദൈവമാണ്. നമ്മളെല്ലാ ഞായറാഴ്ചയും ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പറയുന്നത് മഹത്വീകരണം എന്നാണ്. ആ പ്രാർത്ഥന 3 പ്രാവശ്യം ആവർത്തിച്ച് നമ്മൾ പറയും, ദൈവമേ നീ പരിശുദ്ധനാകും. അപ്പൊ ജനം എന്താ പറയും? ബലവാനെ നീ. അടുത്ത ആഴ്ച തമ്പിയച്ചൻ പറയുകയാണ്, ഞാൻ ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവമേ നീ പരിശുദ്ധനാകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയൂ? പറയത്തില്ല. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അതിന്റെ അർത്ഥം വേറെയാണ്. ദൈവം പരിശുദ്ധ ദൈവമാണ്, ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, കർത്താവേ ഞങ്ങൾക്ക് നിന്റെ അടുത്തോട്ട് വരാൻ യാതൊരു, അതിന് നമ്മള് പോസിറ്റീവായിട്ട് പറയുക, ദൈവമേ നീ ബലവാനാണ്, ദൈവമേ നീ. നിങ്ങൾ ആരെങ്കിലും ഒരാള് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുകയാണ്, അപ്പം ഞാൻ ബലഹീനനാണെങ്കിൽ എൻ്റെ കൈ മറിഞ്ഞു താഴെ പോകും. അപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ ബലഹീനനാണ്, നിങ്ങൾ ബലവാനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം ബലവാനാണ്, ഞങ്ങൾ ബലഹീനരാണ്. ഓരോ ഞായറാഴ്ചയും ദൈവത്തെ ഭയപ്പെട്ട് ദൈവസന്നിധിയിൽ അടുത്ത് വരുന്നത് ഇങ്ങനെയാ, കർത്താവേ നിന്റെ പരിശുദ്ധിയുടെ അടുത്തേക്ക് വരുവാൻ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന്റെ അരികിലേക്ക് തന്റെ ബാല്യക്കാരത്തിയുടെ രോഗവുമായി ഒരു മനുഷ്യൻ, ശതാധിപൻ ചെന്നപ്പോൾ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്തേക്ക് വരുവാൻ ഞാൻ പോരാത്തവൻ. ഓരോ ദിവസവും ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് വരുമ്പോൾ നാം ദൈവത്തോട് പറയണം, കർത്താവേ ഞാൻ പോരാത്തവനാണ്, പോരാത്തവളാണ്, ഞാൻ ബലഹീനനാണ്. എന്നാൽ ബലവാനായവൻ വലങ്കരത്തിൽ എന്നെ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ, ബലഹീനതയിൽ ബലവാനായോൻ. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിന്റെ രോഗാവസ്ഥയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ ജഡത്തിലെ ശൂലം ഒന്ന് മാറ്റിത്തരണം. പല പ്രാവശ്യം പ്രാർത്ഥിച്ചു, പക്ഷെ കർത്താവ് സൗഖ്യം കൊടുത്തില്ല. കർത്താവ് എന്തോ പറഞ്ഞു? എന്റെ കൃപ നിനക്ക് മതി. ദൈവത്തെ ഭയപ്പെടുക. ഈ ഭയവും ഭക്തിയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. സ്നേഹത്തിന്റെ പ്രകടനമാണ് ഭയം. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ നമുക്ക് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഇരിക്കുമ്പോഴൊക്കെ പേടിയല്ലായിരുന്നോ? പണ്ടത്തെ കാലത്ത് നല്ല അടിക്കുന്ന അധ്യാപകരായിരുന്നു. എൻ്റെ അപ്പൻ അധ്യാപകനായിരുന്നു, എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് 5ാം ക്ലാസ് വരെ. കണക്ക് സാറായിരുന്നു. അടിയുടെ ചന്തയാ, നല്ല ചൂരലാണ്. ഈ അച്ഛൻ്റെ വീട്ടിലൊരു ചൂരൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ദുബായിലെ പിള്ളേരെ ഇങ്ങനെ കാണിക്കുന്ന ഒരു ചൂരല ഈ അച്ഛൻ്റെ വീട്ടിലുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എത്ര ചൂരലായിരുന്നു അറിയാം. എണ്ണ ഇട്ടിങ്ങനെ വെച്ചിരിക്കുക പിള്ളേരെ അടിക്കാൻ. എൻ്റെ അപ്പൻ ബെഞ്ചെ കയറ്റി നിർത്തിയാ അടിക്കുന്നത്. എൻ്റെ അപ്പൻ ഇങ്ങനെ സ്കൂളിന്റെ വരാന്ത കൂടെ പോകുമ്പം കിടുകിടാ വിറയ്ക്കും പിള്ളേർ. എനിക്കും പേടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും എൻ്റെ അപ്പൻ എന്നെ അടിച്ചെന്നും പറഞ്ഞ് തിരിച്ച് ഞാൻ അടിച്ചിട്ടില്ല.
ചീത്ത വിളിച്ചിട്ടില്ല. എന്താ കാര്യം? സ്നേഹം. ഈ അടിയുടെ പിന്നിലൊക്കെ ഒരു സ്നേഹമുണ്ട് മക്കളെ. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് കേട്ടെ. നിങ്ങളെ നിങ്ങളുടെ അമ്മ ശാസിക്കുകയാണെങ്കിലോ നിങ്ങളെ അടിക്കുകയാണെങ്കിലോ സ്നേഹം കൊണ്ടാണ്, വിരോധം കൊണ്ടല്ല. കേട്ടോ? കുഞ്ഞു മക്കളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവർ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അമ്മമാര്, നിങ്ങളുടെ വല്യപ്പച്ചന്മാര് വളർത്തുന്ന പിള്ളേരെല്ലാം, വല്യപ്പച്ചന്മാര് അപ്പച്ചന്മാരും വളർത്തുന്ന പിള്ളേരെല്ലാം ഉണ്ടല്ലോ, അടി കിട്ടാതെ വളരുന്ന പിള്ളേരാ. ഇടയ്ക്കിടയ്ക്ക് പിള്ളേർക്ക് 2 അടിയൊക്കെ കൊടുക്കണം. ഇപ്പൊ ഇന്ന് സുപ്രീം കോടതി വിധി വന്നു, അധ്യാപകര് ചൂരലെടുക്കണം, ആർക്കും കേസ് കൊടുക്കാനൊക്കത്തില്ല. ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്യാപകരെ നമുക്ക് ബഹുമാനമാണ്, തികഞ്ഞ സ്നേഹമാണ്. അവരെ നമ്മൾ ഒന്നും പറയത്തില്ല. കാരണം അവര് നമ്മളെ അടിച്ചിട്ടുണ്ട്, ശാസിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്. സ്നേഹത്തിന്റെ ഒരു അതിരറ്റ പ്രകടനമാ ഭയം. ഭർത്താവിന് ഭാര്യയെ ഭയം വേണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഭയം വേണം. പേടി വേണ്ട, ഭയം വേണം. സ്നേഹത്തിന്റെ അനുഭവമാണ്. കുടുംബ ബന്ധത്തിന്റെ വലിയ ആഴം അങ്ങനെയാണ്. ഇന്ന് ഭയമില്ലാത്ത ലോകത്താണ്. ശമ്പളം കൂടുതൽ കിട്ടുന്നോണ്ടാ ഭയമില്ലാത്തത്. ഭർത്താവിനേക്കാൾ കൂടുതൽ ഭാര്യയ്ക്ക് ശമ്പളം കിട്ടുന്ന ഗൾഫിലൊക്കെയുള്ള വീടുകളിൽ ചെന്നാൽ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചില പിള്ളേരൊക്കെ, ചില പിള്ളേർ ഇവിടെ മിടുക്കന്മാരാ. നാട്ടിൽ വരുമ്പോൾ എന്തോ സ്നേഹമാണെന്നറിയോ ഭാര്യയും ഭർത്താവും തമ്മിൽ. അവിടെ ചെന്ന് കഴിയുമ്പോഴും വിധം അങ്ങ് മാറും. ഞാൻ പറയുന്ന പോലെ കേട്ടോണമെന്ന് പറയുന്ന ധാരാളം പെൺകുട്ടികൾ, യുവതികൾ, ഭർത്താക്കന്മാര് വിഷമിക്കുന്ന വീടുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിന്റെ സമ്പാദ്യം ഒന്നും അധിക നാൾ നിൽക്കത്തില്ല. നിന്റെ പരസ്പരമുള്ള സ്നേഹം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 വലുതാണ്. ഇതിൽ വലുതോ സ്നേഹമാണ്. സ്നേഹത്തിനപ്പുറം വേറെ ഒന്നുമില്ല. ഭയം, യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്ന തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഉള്ളിൽ ഭയം വേണം. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഭയത്തിന് 2 വാക്കാ, പേടിയും ഭയവും. പേടി എന്ന് പറയുന്നത്, സന്ധ്യയ്ക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി, ലൈറ്റ് അങ്ങ് പോയി, ഒരു ചെറിയ വള്ളി, ഒരു കറുത്ത വള്ളി അവിടെ കിടന്നാൽ പെട്ടെന്ന് തിരിച്ച് പെരയ്ക്കകത്ത് കയറും. പിന്നെ അന്ന് രാത്രി മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ പോലും പോകത്തില്ല. പിറ്റേന്ന് രാവിലെ നേരം വെളുത്ത് അത് ഓലക്കാലാന്ന് കണ്ടെടുത്ത് കളയുന്നിടം വരെ രാത്രി കിടക്കുമ്പോഴെല്ലാം ഇല്ല വള്ളിയാ ഓർമ്മ വരുന്നത്. അതിനാ പേടി എന്ന് പറയുന്നത്. ഭയം അതല്ല. ഭയം സ്നേഹത്തിന്റെ അനുഭവമാണ്. യഹോവയെ ഭയപ്പെടുക, ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവമാണ് ദൈവത്തെ ഭയപ്പെടുന്നത്. കാണുന്നില്ല ദൈവത്തെ, പക്ഷേ ഞാൻ അവന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഒരു ദൈവ പൈതൽ അത്യുന്നതന്റെ മറവിലാണ്, സർവശക്തന്റെ നിഴൽക്കീഴിലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ലോകത്തെ ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉറക്കെ പറ. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ലോകത്തെ ഭയമില്ല. ഇന്ന് ലോകത്തെ നമുക്ക് പേടിയാ. പേടിക്കരുത്. ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ കൊല്ലാൻ കഴിയാത്തവനെ നിങ്ങൾ ഭയപ്പെടരുതെന്നാണ് എന്റെ കർത്താവ് പഠിപ്പിച്ചത്. നമുക്കറിയാം 1999 ജനുവരി മാസത്തിൽ വടക്കേ ഇന്ത്യയിലെ ഒരു സംഭവം നമുക്കറിയാം. ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകരിച്ചു കൊന്നു, അല്ലേ?
അയാളുടെ ഭാര്യ പേടിച്ചിരുന്നോ? ഇല്ല. അവൾ മടങ്ങി വന്നു ഇന്ത്യയിൽ. അവൾ വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ചൂട്ടുകരിച്ചെങ്കിലും എനിക്ക് ഭയമില്ല, കാരണം യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർണാടകത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ധാരാളം അനുഭവങ്ങളുണ്ട്. ഈ വർഷം മാർച്ച് മാസത്തിൽ ബണ്ടിക്കൊടിയനഹള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, BK ഹള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഞാൻ പോയി പ്രസംഗിക്കാനായിട്ട് പോയി. ഞാൻ ശുശ്രൂഷ ചെയ്ത സ്ഥലമാണ് ദേവനഹള്ളി. ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് പോകുന്നത് ഇന്ന് മർത്തോമ സഭയിലെ അച്ഛനായി അന്ന് എൻ്റെ കൂടെ സുവിശേഷകനായിരുന്ന വിനയ് കുമാറും ഞാനും കൂടാണ്. വിനയ് കുമാർ അച്ഛൻ അന്ന് എൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് സുവിശേഷകനായിട്ട് പ്രവർത്തിക്കുകയാണ്. ആ ഗ്രാമത്തിൽ 3 അമ്മച്ചിമാരെ സ്നാനപ്പെട്ടുള്ളൂ. ഞങ്ങള് അവിടെ ചെല്ലുമ്പോൾ 4 സൺഡേ സ്കൂൾ കുട്ടികളും 3 അമ്മച്ചിമാരുമേ വിശ്വാസികളായിട്ട് വന്നിട്ടുള്ളൂ. അവരുടെ ഭർത്താക്കന്മാരൊക്കെ പ്രാർത്ഥനയ്ക്ക് വരും, പക്ഷേ അവരാരും വിശ്വാസികളായിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ വിശ്വാസിയായ ഒരു അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചി മരിച്ചു പോയപ്പോൾ ഞങ്ങൾ ഒരു നല്ല വെള്ള തുണിയൊക്കെ വാങ്ങിച്ച്, അമ്മച്ചിക്ക് മേളിലിടാൻ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ച് ആ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ അമ്മച്ചിയുടെ വീട്ടിൽ ആശ്വാസം പറഞ്ഞ് പ്രാർത്ഥിക്കാനുമായിട്ട് പോവുകയാണ്. എനിക്കെന്തോ രാജൂത് മോട്ടോർ സൈക്കിളാണ്. ഞാൻ ആ മോട്ടോർ സൈക്കിളിൽ വിനയെയും പുറയിലിരുത്തി ഞങ്ങൾ ആ ഗ്രാമത്തിൽ ചെന്നു. ആ ഗ്രാമത്തിന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ ഞങ്ങൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടിട്ട് ഒരു 4-5 ചെറുപ്പക്കാർ വടിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ എതിരെ വന്നു. ആ ഗ്രാമത്തിന് മുമ്പിൽ ഞങ്ങളെ വാതിൽക്കൽ വെച്ച് തടഞ്ഞു. അപ്പോൾ ആളുകൾ ഒന്നിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ വന്നു എന്ന് ഒരു സൺഡേ സ്കൂൾ കുട്ടി, ഒരു മോൻ ഓടിച്ചെന്ന് ആ മരണ വീട്ടിൽ പറഞ്ഞു. അവിടെ ഇരുന്ന ആളുകളും കൂടെ ഓടി വന്നു. അവരോടി വന്ന് ഞങ്ങളുടെ ചുറ്റും ഇങ്ങനെ കൂട്ടം കൂടി നിന്നു. അപ്പോൾ ഞങ്ങളെ ആ ഗ്രാമത്തിലേക്ക് കയറ്റി വിടുകയില്ല. അപ്പോൾ ഞാൻ മോട്ടോർ സൈക്കിൾ സ്റ്റാൻഡേ വെച്ചിട്ട് ആ മോട്ടോർ സൈക്കിളിലോട്ട് കയറി അങ്ങ് നിന്നു. അപ്പുറവും ഇപ്പുറവും ചവിട്ടി നിന്നിട്ട് ഞാൻ അവിടെ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ മരിച്ചവരുടെ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, ഞങ്ങൾ ജീവനുള്ളവരുടെ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് മരിച്ചുപോയ ഞങ്ങളുടെ അമ്മച്ചി നിങ്ങൾ എങ്ങനെ ശവസംസ്കാരം നടത്തിയാലും ഞങ്ങളെ കാണാൻ അനുവദിച്ചില്ലെങ്കിലും ആ അമ്മച്ചി സ്വർഗത്തിൽ യേശു കർത്താവിനോടുകൂടെ ഇരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഇപ്പോൾ ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ ഒരു നാളിൽ മുഖാമുഖം കാണും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആളുകൾ അവരുടെ വടിയൊക്കെ എടുത്തു കളഞ്ഞു. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെ അകത്ത് കയറ്റി വിട്ടില്ലെങ്കിലും ഞങ്ങൾ കൊണ്ടുവന്ന പൂവും തുണിയും ഒക്കെ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ മടങ്ങിപ്പോയിരുന്നു. ആ ഗ്രാമത്തിന് വേണ്ടി നിരന്തരമായി വിനയ് കുമാറും ഞാനും കൂടെ മുട്ടുമേൽ നിന്ന് ദേവനഹള്ളിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ദേവാലയത്തിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ 100 ചില്ലുവാനം പേര് അവിടെ ഇരിക്കുക. അവിടുത്തെ യൗവനക്കാര്, ഇന്ന് ഡോക്ടർമാരുണ്ട്, അധ്യാപകരുണ്ട്, വക്കീലന്മാരുണ്ട്, കളക്ടറേറ്റ് ജോലിയുള്ളവരുണ്ട്, വിധാൻസൗധ ജോലിയുള്ളവരുണ്ട്, പല പല രംഗത്ത് പ്രവർത്തിക്കുന്ന നല്ല ഒരു കൂട്ടം ചെറുപ്പക്കാർ. മനോഹരമായൊരു പള്ളി. അവിടെ ഇല്ലാത്ത ഉപകരണങ്ങളൊന്നുമില്ല, ഒരു ഓർഗനൊന്നുമല്ല, 3 എണ്ണമാ. അവിടുത്തെ ട്രിപ്പിളും കോങ്കോസും ഒന്ന് കാണണം. ഇലക്ട്രിക് ഡ്രം, എന്തെല്ലാം ഐറ്റമാണ്. അവരും കൂടെ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന കണ്ടു. എൻ്റെ കണ്ണുകളിലൂടെ ധാരധാരയായി കണ്ണുനീരി. കാരണം ഒരു കാലത്ത് ആ ഗ്രാമത്തിൽ കടക്കാൻ അനുവദിക്കാത്തവൻ വരെ, പ്രൈസ് ദി ലോർഡ്, ആ ഗ്രാമത്തിലെ വിശ്വാസിയായിട്ട് മാറി. ഇതുപോലെയുള്ള 100 കണക്കിന് അനുഭവങ്ങൾ പറയാനായിട്ടുണ്ട്. ദൈവത്തെ ഭയപ്പെടുക, ലോകത്തെ ഭയപ്പെടരുത്. എന്താണ് ഭക്തി? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെയുള്ള ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും തങ്ങളുടെ ആവശ്യത്തിൽ സഹായിക്കുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തങ്ങളെ തന്നെ
സൂക്ഷിക്കുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, അനാഥരെ സംരക്ഷിക്കുന്നത് ദൈവത്തിന്റെ ഭക്തിയാണ്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം സൂക്ഷിക്കുന്നത് ദൈവഭക്തിയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ വിശ്വസ്തയോടുകൂടെ യഹോവയെ സേവിക്കണം. ഈ സേവിക്കുക എന്നുള്ള വാക്ക് അതൊരു ആയുർവേദത്തിലെ മരുന്ന് കഴിക്കുന്ന വാക്കാണ്. പണ്ട് കാലത്ത് പ്രസവം കഴിഞ്ഞാൽ അമ്മച്ചിമാര് രഹസ്യമായിട്ടൊരു മരുന്നുണ്ടാക്കും. പിള്ളേരും ഒന്നും കാണാതെ, മറ്റുള്ളവരും ഒന്നും കാണാതെ കട്ടിലിന്റെ അടി വെക്കും. പ്രസവിച്ച സ്ത്രീയുടെ അടുത്ത് പറയും, വാതിലടച്ചിട്ട് ആരും കാണാതെ തൊട്ടുരിയാടാതെ ഇതെടുത്ത് കഴിക്കുന്നത് എങ്ങനെയാ? അമ്മച്ചി വന്ന് അനങ്ങാതെ വന്ന് വാതിലടച്ച്, ഞാൻ ഈ കുറുക്കുമരുന്ന് കട്ട് തിന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ രുചി എനിക്കറിയാം. അവൾ ഈ ഒരു സ്പൂണിനകത്ത് ഈ ആയുർവേദം ഈ കുറുക്കി വെച്ചിരിക്കുന്ന മരുന്ന് എടുത്തിട്ട് കൊടുത്തിട്ട് പറയും, ഇത് ചവച്ചരച്ചങ്ങ് തിന്നുകയല്ല വേണ്ടത്. പിന്നെ എങ്ങനെയാ? കുറേശ്ശെ കുറേശ്ശെ നാക്കയിൽ ഇങ്ങനെ അലിച്ചാണ് തിന്നേണ്ടത്. സേവിക്കുക എന്ന വാക്ക് അതാണ്. എങ്ങനെയാ? കുറേശ്ശെ 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 രുചിച്ച് അറിയണം. ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ 34 സങ്കീർത്തനം 8 വാക്യം എന്തുവാ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയില്ല. കർത്താവിനെ രുചിച്ചറിയണം. സേവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ആരാധിക്കുക, സ്നേഹിക്കുക, അനുസരിക്കുക എന്നെല്ലാം അർത്ഥമുണ്ടെങ്കിലും അവസാനം അവനെ നല്ലവനെന്ന് രുചിച്ചറിയണം. ഒരു പാറമടയിൽ ജോലി ചെയ്യുന്ന ഒരു അപ്പൻ പാറ വീണ് 2 കാലുകളും നഷ്ടപ്പെട്ട് വീട്ടിൽ കിടക്കുകയാണ്. അയാളുടെ ഭാര്യ കുറച്ചുനാൾ പാറമടയിൽ മെറ്റലടിക്കാൻ പോയി. അവളും ആസ്മ രോഗിയായി. അവർക്ക് 12 വയസ്സുള്ള ഒരു ബാലനുണ്ട്. ദൈവത്തോടുള്ള പ്രാർത്ഥനയും, പാവപ്പെട്ടവരാണെങ്കിലും ദൈവത്തെ വിളിക്കുന്ന കുടുംബമൊക്കെയാണ്. പക്ഷേ അവരെ സഹായിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. ചെറിയൊരു കുടിലിൽ പാർക്കുകയാണ്. മരുന്ന് വാങ്ങിക്കാൻ കാശില്ല. മറ്റുള്ളവരോട് പോയി കൈനീട്ടി ചോദിക്കാൻ ലജ്ജിക്കുകയാണ്. ഈ കൊച്ചു ബാലൻ ഒരു തീരുമാനമെടുത്തു, എൻ്റെ അപ്പനും അമ്മയ്ക്കും മരുന്ന് വാങ്ങിക്കാൻ ഞാൻ ഇനിയും ജോലിക്ക് പോവാം. 12 വയസ്സേ ഉള്ളൂ. അവൻ തീരുമാനമെടുത്തു. അവൻ ഇറങ്ങി തിരിച്ചു. നല്ലൊരു നിക്കറൊന്നുമില്ല, നല്ലൊരു ഉടുപ്പില്ല, പഴകിയ ഉടുപ്പാണ്, പഴകിയ നിക്കറാണ്. കണ്ടാൽ വലിയ സുന്ദരനല്ല. ആരും അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു മുഖലക്ഷണവുമല്ല. അവൻ പോയി, അവനിങ്ങനെ ജോലി അന്വേഷിക്കുകയാണ്. എവിടെയൊക്കെ അവൻ തിരക്കി. അവസാനം അവൻ ചന്തയില് നോക്കുന്ന സമയത്ത് ഒരു വലിയ ലോറിക്കകത്തുനിന്ന് പഴുത്ത മാങ്ങ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് പറയുന്നു, ഈ മാങ്ങ അവിടെ കൊണ്ടുപോയി, ഈ മാങ്ങ അവിടെ കൊണ്ടുപോയി, അതിൽ വലുത് തിരഞ്ഞെടുക്ക്, അതിൽ പഴുത്തത് തിരഞ്ഞെടുക്കുന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ്. ഇവൻ ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, സാറേ, എൻ്റെ അപ്പൻ കിടപ്പാണ്, എൻ്റെ അമ്മ ആസ്മ രോഗിയാണ്, മരുന്ന് വാങ്ങിക്കാൻ കാശില്ല, ഞങ്ങൾ പട്ടിണിയിലാണ്, എനിക്കൊരു ജോലി തരുമോ? ആ മനുഷ്യൻ ആദ്യം ഒന്ന് നോക്കി, എടാ, നിന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പറ്റുമോ? നിനക്കതിനുള്ള കെൽപ്പുണ്ടോ? എന്ത് ജോലി പറഞ്ഞാലും ചെയ്യാൻ സാറേ. അപ്പൊ അയാൾ പറഞ്ഞു, നീ ഒരു കൊട്ട എടുത്തോണ്ടോ. അവൻ പോയൊരു ചെറിയ കൊട്ട എടുത്തോണ്ടോ. അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ആ മാങ്ങയിൽ നല്ല മാങ്ങ നോക്കി, പഴുത്ത മാങ്ങ നോക്കി ഈ കൊട്ട നിറച്ച് മാങ്ങ പറക്കി വൈ. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇത് ടൗണിൽ കൊണ്ടുപോയി വിറ്റിട്ട് തിരിച്ചു വരണം.
വന്നാൽ വീണ്ടും നിനക്ക് ഇതുപോലെ പൈസ കൊണ്ടുതരണം. അവിടെയെല്ലാം എനിക്ക് ആളുകളുണ്ട്, നീ ഓടിപ്പോകാനൊന്നും നോക്കത്തില്ല. അവിടെയൊക്കെ എന്റെ ആളുകളുണ്ട്, നീ തിരിച്ചിവിടെ കൊണ്ടുവരണം. അവൻ പറഞ്ഞു ശരി സാർ. അവൻ ഈ മാങ്ങ തലയിൽ വെച്ചു. അവൻ രാവിലെ തൊട്ട് അവൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുക. നല്ല മാങ്ങ, പഴുത്ത മാങ്ങ, രുചിയുള്ള മാങ്ങ, ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവൻ പോവുക. പക്ഷെ ഈ കൊച്ചു ചെറുക്കനെയും ഈ മാങ്ങായും ഒന്നും കണ്ടിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. ഞാനങ്ങ് വിശന്ന് ക്ഷീണിച്ച് അവശനായി. അവൻ തീരുമാനിച്ചു, ഏതായാലും ഈ നല്ല പഴുത്ത മാങ്ങ, രുചിയുള്ള മാങ്ങ എന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഇത് തലയിൽ വെച്ചോണ്ട് എത്ര നേരം നടക്കാനാ? വിശപ്പ് സഹിക്കാനും വയ്യ. അവനൊരു കാര്യം ചെയ്ത് കൊട്ടയം അങ്ങോട്ട് താഴെ വെച്ചു. അവൻ അടുത്ത് നോക്കിയപ്പോ ഒരു പൈപ്പ് കണ്ടു. അവൻ ഓടിപ്പോയി ഒരു മാങ്ങ എടുത്തോണ്ട് പോയി കഴുകി, നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിന്റെ ചൊന അങ്ങ് കടിച്ചു കളഞ്ഞേച്ച് അവൻ അങ്ങോട്ട് നല്ലതുപോലെ ഒന്ന് കശക്കിയിട്ട് അവനങ്ങോട്ട് ഊറി കുടിക്കാൻ തുടങ്ങി. ദൂരെ നിന്ന് ആളുകൾ കണ്ടു, പലരും കണ്ടു. അവനിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ അതിനെ ചാറിക്കുന്നു, നാക്കി കുടിക്കുക. അവൻ ആ മാങ്ങ കുടിച്ചു തീർന്നപ്പോഴത്തേക്കും ആളുകൾ ഈ കൊട്ടയുടെ ചുറ്റും വന്നു. അവൻ ഓടിച്ചെന്ന് കൈ കഴുകിയിട്ട് വന്നു. സാറേ എത്ര വേണം, എത്ര വേണം? നിമിഷ നേരം കൊണ്ട് അവന്റെ കൊട്ടയിലെ മാങ്ങ തീർന്നു. അവൻ ഈ കൊട്ടയും ഈ പൈസയുമായിട്ട് ഒറ്റ ഓട്ടം ഓടി. അവന്റെ യജമാനൻ വീണ്ടും അവനെ മാങ്ങ കൊടുത്തു വിട്ടു. പ്രിയപ്പെട്ടവരെ, എത്ര നേരമാ ഈ മാങ്ങ യവൻ രാവിലെ തൊട്ട് ഉച്ച വരെ തലയിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് എന്താ പറഞ്ഞു? നല്ല മാങ്ങ, രുചിയുള്ള മാങ്ങ, വിലയും വിളിച്ചു പറഞ്ഞു. പക്ഷെ ആരും അവനെ നോക്കിയില്ല. പക്ഷെ അവൻ ആസ്വദിച്ചത് കഴിച്ചപ്പോൾ നിമിഷ നേരം കൊണ്ട് അവന്റെ കൊട്ടയിലെ മാങ്ങ ആളുകൾ വാങ്ങിച്ചുകൊണ്ടുപോയി. തേനിനേക്കാൾ, തേൻകട്ടയേക്കാൾ മധുരമേറിയ ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മള് കൈ കൊണ്ട് നടക്കുക. താക്കോല് കാണുന്നില്ലെങ്കിൽ, റേഷൻ കാർഡ് കാണുന്നെങ്കിൽ അവസാനം തപ്പുന്നത് എവിടാ? പണ്ട് കാലത്ത് പുസ്തകത്തിനകത്താ. ഒരു വീട്ടിലെ റേഷൻ കാർഡ് 6 മാസം കാണാതെ പോയി. പ്രാർത്ഥന കഴിഞ്ഞ് വന്നേച്ച് ഉത്തരത്തെ വെച്ചതാ, ഈ സാധനം പിന്നെ എടുത്തില്ലെന്നറിയാം. തേനിനേക്കാൾ, തേൻകട്ടയേക്കാൾ മധുരമേറിയ വചനം നമ്മുടെ കാലുകൾക്ക് ദീപമാകട്ടെ, പാതയ്ക്ക് പ്രകാശമാകട്ടെ, രുചിയായി തീരട്ടെ. നമുക്ക് തലകളെ വണക്കാം, നമ്മളുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊന്ന് ശോധന ചെയ്യാം. ദൈവത്തെ യഥാർത്ഥമായി നാം ആരാധിക്കുന്നുണ്ടോ? ദൈവത്തെ യഥാർത്ഥമായി നാം ഭയപ്പെടുന്നുണ്ടോ? ദൈവത്തെ യഥാർത്ഥമായി നാം സ്നേഹിക്കുന്നുണ്ടോ? അവനെ രുചിച്ചറിയാൻ നമുക്ക് കഴിയിട്ടുണ്ടോ? രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലതെന്തു യോഗ്യത, ആമേൻ, എന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു. ഒരു വർഷം കൂടെ കുടുംബ ദിനത്തിന്റെ, കുടുംബ വ്യാഴത്തിന്റെ ധ്യാനം. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അന്യ ദൈവങ്ങളെ നീക്കിക്കളയണം. ഹൃദയം തുറക്കപ്പെടണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന നന്നെന്ന് കാണണം. ദൈവത്തെ ഭയപ്പെടണം. കർത്താവേ, ഞങ്ങളെ ഇതിന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം.